ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം. അത് നമ്മൾ പപ്പടം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ പപ്പട ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 3-4 പപ്പടം ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അതൊന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു പീസ് വാളംപുളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അരയ്ക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ച ഒരു 3 പപ്പടം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.